നമസ്കാരം. നമുക്കിനി ഈ ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്താണ് എന്ന് നോക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ്. തന്നിരിക്കുന്ന രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ദൂരം കണക്കാക്കുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. സോ നമ്മുടെ കയ്യിൽ എ ബി എന്നിങ്ങനെ രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്. എ ബി എന്നിങ്ങനെ രണ്ട് പോയിൻറ്റ്സ്. ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് കണക്കാക്കാം. എയിൻ്റെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ 2,5ഉം ബീൻ്റെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ 6,5ഉമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് കണക്കാക്കാം. ഇപ്പോൾ എയിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 ആണ്, ബീൻ്റെ എക്സ് കോർഡിനേറ്റ് 6 ആണ്. അതേപോലെ ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 5 ആണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് എ ബി തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത് അല്ലേ. ശ്രദ്ധിക്കുക, എയും ബിയും എക്സ് അക്ഷത്തിന് സമാന്തരമായ ഒരു രേഖയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എയിൻ്റെയും ബിൻ്റെയും വൈ കോർഡിനേറ്റ്സ് സെയിം ആണ്. നമുക്ക് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ ഒരു നേർരേഖാ ദൂരമാണ് കണക്കാക്കേണ്ടത്. ഈ ഡിസ്റ്റൻസ് എ ബി തന്നെയാണ് ഇവിടെ വരുന്നത് അല്ലേ. എക്സ് ആക്സിസിലെ ഈ ഒരു ഡിസ്റ്റൻസ് കണക്കാക്കിയാലും മതി എ ബി എന്നീ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കറിയാം ഒറിജിനിൽ നിന്ന് ഇതുവരെ 2 യൂണിറ്റ്സ് അകലെയാണ്. അതുപോലെ ഒറിജിനിൽ നിന്ന് ഇതിനെ സി ഡി എന്ന് വിളിച്ചാൽ ഒറിജിനിൽ നിന്ന് ഡി എന്ന് പറയുന്ന പോയിൻ്റ് 6 യൂണിറ്റ്സും അകലെയാണ്. സോ ഈ സി ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 6 - 2 ചെയ്താൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും. ഈ മൊത്തം ഡിസ്റ്റൻസ് 6 ആണ്. അതിൽ നിന്ന് ഈ ഒരു ഭാഗം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് കിട്ടും അല്ലേ. ഈ മൊത്തം ഡിസ്റ്റൻസിൽ നിന്ന് ഈ ഒരു ഭാഗം കുറച്ച് കഴിഞ്ഞാൽ, മൊത്തം ഡിസ്റ്റൻസിന് ഞാൻ യെല്ലോ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ഒരു ഗ്രീൻ ഡിസ്റ്റൻസ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബ്ലൂ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ് കിട്ടും. സോ അതെന്ന് പറയുന്നത് 6 - 2, അതായത് 4 യൂണിറ്റ്സ് ആണ് ഈ ഒരു ദൂരം. സോ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പോൾ ഈ പോയിൻറ്റ്സ് വെച്ച് ജസ്റ്റ് നോക്കും. ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെയും വൈ കോർഡിനേറ്റ്സ് സെയിം ആയതുകൊണ്ട് ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണാൻ നമുക്ക് ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ്സ് തമ്മിൽ സബ്ട്രാക്റ്റ് ചെയ്താൽ മതി അല്ലേ. സോ അതാണ് ഇവിടെ പറയുന്നത്. x1k x2k ഇങ്ങനെയുള്ള രണ്ട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ രണ്ട് പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് പോയിൻറ്റ്സും വൈ കോർഡിനേറ്റ് സെയിം ആയതുകൊണ്ട് ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് x2 - x1ൻ്റെ മോഡുലസ് ആണ്. അതായത് ഡിസ്റ്റൻസ് എപ്പോഴും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അതാണ് ഈ മോഡുലസ് എന്ന സിമ്പൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇനി അതുപോലെ വൈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള രണ്ട് പോയിൻറ്റ്സ് ആണ് KY1ഉം ഓർഡേർഡ് പെയർ KY2ഉം. ഇതിൻ്റെ രണ്ടിൻ്റെയും എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. സോ ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ Y2 - Y1 ആണ്. ഓർഡേർഡ് പെയർ Y2 - Y1. ഇനി നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്ന് നോക്കാം. x1 y1 ഓർഡേർഡ് പെയർ x1 y1 ഓർഡേർഡ് പെയർ x2 y2 ഇങ്ങനെയുള്ള രണ്ട് പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണക്കാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ഫോർമുലയാണ് ഡിസ്റ്റൻസ് ഫോർമുല. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ x1 y1ഉം രണ്ടാമത്തെ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ x2 y2ഉം ആണെങ്കിൽ ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √(x1 - x2) the whole square plus y1 - y2 the whole square. അതായത് ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെയും എക്സ് കമ്പോണൻസ് ഫസ്റ്റ് കൺസിഡർ ചെയ്യണം. x1ഉം x2ഉം
ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെയും എക്സ് കമ്പോണൻസ് കൺസിഡർ ചെയ്ത ശേഷം അവ തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. അതാണ് x1 മൈനസ് x2, അല്ലെങ്കിൽ നമുക്ക് x2 മൈനസ് x1, അത് ഏത് ഓർഡറിൽ വേണമെങ്കിലും എടുക്കാം. x1 മൈനസ് x2 എടുത്ത ശേഷം അതിനെ സ്ക്വയർ ചെയ്യുക. x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ. ഇനി അതിന് ശേഷം നമുക്ക് y കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസിൻ്റെ സ്ക്വയർ എടുക്കുക. അതാണ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഈ രണ്ട് സ്ക്വയർ വാല്യൂസും ആഡ് ചെയ്ത ശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതാണ് ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇനി ഒരു പോയിൻ്റ് ഒറിജിൻ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ഒരു പോയിൻ്റ് ഒറിജിൻ ആണെങ്കിൽ നമുക്ക് ഇതെന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് മൈനസ് 0 ദ ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് 0 ദ ഹോൾ സ്ക്വയർ ആവും. എക്സ് മൈനസ് 0 എന്ന് പറഞ്ഞാൽ അത് എക്സ് തന്നെയാണ്, y മൈനസ് 0 എന്ന് പറഞ്ഞാൽ അത് y തന്നെയാണ്. സോ ഒറിജിനും ഒരു പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. Mark points ordered pair 3,0, 8,0, 11,4 and 6,4. Join these points to get a quadrilateral. ഇതിൻ്റെ ബി പാർട്ട് ഫൈൻഡ് ലെങ്ത് ഓഫ് ഈച്ച് സൈഡ്. അതിൻ്റെ സി പാർട്ട് നെയിം ദ ക്വാഡ്രിലാറ്ററൽ. ഇവിടെ നമുക്ക് 4 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആദ്യം ഈ 4 പോയിൻറ്റ്സ് നമുക്ക് പ്ലോട്ട് ചെയ്യണം. അപ്പം എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുക. എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ച ശേഷം ഈ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക. 3,0 എന്ന് പറയുന്നത് എക്സ് ആക്സിസിലായിരിക്കും, 8,0 എന്ന് പറയുന്നതും എക്സ് ആക്സിസിലായിരിക്കും. ഇനി അതിന് ശേഷം 11,4 മാർക്ക് ചെയ്യാം. നമുക്ക് ഇതുപോലെ 6,4 മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു റഫ് ഫിഗറാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ഈ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യാം. ഇതിന് നമുക്ക് ജസ്റ്റ് ഒരു നെയിം ഇടാം. ABCD ഇങ്ങനെ ഞാൻ ഇതിനെ നെയിം ചെയ്തു. അപ്പോൾ എനിക്കിവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ കിട്ടി. ഇനി അതിൻ്റെ ബി പാർട്ടി പറയുന്നത് ഈ ഓരോ സൈഡും കണ്ടുപിടിക്കാനാണ്, ഓരോ സൈഡിൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിക്കാനാണ്. അതായത് AB എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം, BC എന്നുള്ള ഡിസ്റ്റൻസ്, CD എന്നുള്ള ഡിസ്റ്റൻസ്, അതുപോലെ AD എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഇങ്ങനെ രണ്ട് ബിന്ദുക്കൾ തമ്മിലുള്ള ദൂരം കണക്കാക്കാൻ നമ്മൾ നേരത്തെ പഠിച്ച ഡിസ്റ്റൻസ് ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കാം. ഇങ്ങനെ സൈഡ്സ് കണ്ടുപിടിച്ച് ആ സൈഡ്സിൻ്റെ ലെങ്ത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഇത് ഏത് ക്വാഡ്രിലാറ്ററൽ ആണ്, ഏത് തരം ചതുർഭുജമാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ആദ്യം നമുക്ക് AB എന്നുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. Aൻ്റെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ 3,0യും ബീൻ്റെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ 8,0യും ആണ്. സോ നമുക്കിതിൻ്റെ ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? x1 മൈനസ് x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദ ഹോൾ സ്ക്വയർ. ഈ രണ്ട് പോയിൻറ്റും എക്സ് ആക്സിസിലാണ്. സോ ഇതിൻ്റെ y കോർഡിനേറ്റ്സ് 0 ആണ്. അപ്പോൾ നമുക്ക് എളുപ്പമാണ് കുറച്ചുകൂടെ ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് ബീൻ്റെ എക്സ് കമ്പോണൻറ്റ് 8 ആണ്. അതിൽ നിന്ന് എൻ്റെ എക്സ് കമ്പോണൻറ്റ് മൈനസ് ചെയ്യാം. 8 മൈനസ് 3 ദ ഹോൾ സ്ക്വയർ പ്ലസ് ബീൻ്റെ വൈ കമ്പോണൻറ്റ് 0 ആണ്, എൻ്റെ വൈ കമ്പോണൻറ്റും 0 ആണ്. അങ്ങനെ 0 മൈനസ് 0 ദ ഹോൾ സ്ക്വയർ. അങ്ങനെ ഇത് രണ്ടും ആഡ് ചെയ്ത് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ നമുക്ക് AB എന്നുള്ളത് കിട്ടും. 8 മൈനസ് 3 5 ആണ്, 5 സ്ക്വയർ 25. 0 മൈനസ് 0 0 ആണ്. അപ്പോൾ നമ്മളത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി 25ൻ്റെ സ്ക്വയർ റൂട്ട്, 25ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെ നമുക്ക് ആൻസർ കിട്ടി. അത് നമ്മൾ AB കണ്ടുപിടിച്ചു. ഇനി നമുക്ക് BC കണ്ടുപിടിക്കാം. BC കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സീൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ 11,4ഉം ബീൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ 8,0യുമാണ്. ഇത് കാണുന്നില്ല അല്ലേ? 11,4 ആണ് സീൻ്റെ കമ്പോണൻസ്, ബീൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 8,0. സോ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. നമുക്ക് എക്സ് കമ്പോണൻസിൻ്റെ ഡിഫറൻസ് എടുക്കാം, അതിൻ്റെ വർഗ്ഗം എടുക്കാം.
വൈ കമ്പോണൻറ്റുകൾ, വൈ കോർഡിനേറ്റ്സ്, വൈ സൂചക സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എടുക്കാം, അതിൻ്റെ സ്ക്വയറും. സോ 11 - 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ജസ്റ്റ് എഴുതി നോക്കാം. സ്ക്വയർ റൂട്ട് ഓഫ് 11 - 8 the whole square plus 4 - 0 the whole square. 11 - 8 എന്ന് പറയുന്നത് 3 ആണ്. 4 - 0 എന്ന് പറയുന്നത് 4 ആണ്. 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ, 3 സ്ക്വയർ 9 ആണ്, 4 സ്ക്വയർ 16, 9 + 16 എന്ന് പറഞ്ഞാൽ 25. നമുക്ക് 25ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 25ൻ്റെ സ്ക്വയർ റൂട്ട് 5 ആണ്. സോ ബി സിൻ്റെ ലെങ്ത്ത് 5 ആണ് എന്ന് കിട്ടി. ഇനി നമുക്ക് സി ഡിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കാം. അപ്പോൾ സി ഡിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? 11 4 6 4. അപ്പോൾ സിയും ഡിയും നോക്കൂ, എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിലാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും വൈ കമ്പോണൻസ് സെയിം ആണ്. സോ ഈ രണ്ട് പോയിൻറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് അറിയാൻ എക്സ് കമ്പോണൻസിൻ്റെ വ്യത്യാസം മാത്രം കണ്ടുപിടിച്ചാൽ മതി. നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചൊന്ന് ചെയ്ത് നോക്കാം. ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത്? 11 - 6 the whole square plus 4 - 4 the whole square. 11 - 6 എന്ന് പറഞ്ഞാൽ 5, 4 - 4 എന്ന് പറഞ്ഞാൽ 0. സോ സ്ക്വയർ റൂട്ട് ഓഫ് 5 സ്ക്വയർ. നമുക്കറിയാം സ്ക്വയറും അതുപോലെ സ്ക്വയർ റൂട്ടും രണ്ടും ഇൻവേഴ്സ് പ്രോസസ്സുകളാണ്. സോ ഇത് രണ്ടും ക്യാൻസൽ ഔട്ടായി നമുക്ക് 5 ആണ് ബാക്കിയുള്ളത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25, 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 5 ആണ്. അങ്ങനെ നമുക്ക് സി ഡിയും കിട്ടി. ഇനി നമുക്ക് എ ഡി കണ്ടുപിടിക്കണം. എയുടെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ 3, 0യും ബിൻ്റെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ 6, 4ഉമാണ്. അങ്ങനെയാണെങ്കിൽ എ ഡി എത്രയായിരിക്കും എന്ന് കണ്ടുപിടിക്കാം. ആദ്യം എക്സ് കമ്പോണൻസ് തമ്മിലുള്ള ഡിഫറൻസ്, അതാണ് 6 - 3 the whole square. അതിനുശേഷം വൈ കമ്പോണൻസ് തമ്മിലുള്ള ഡിഫറൻസ് 4 - 0 the whole square. ഇത് രണ്ടും കണ്ടുപിടിച്ച് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയാണ് വേണ്ടത്. 6 - 3 എന്ന് പറഞ്ഞാൽ 3, 4 - 0 എന്ന് പറഞ്ഞാൽ 4. സോ 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, 9 + 16 എന്ന് പറഞ്ഞാൽ 25 ആണ്. 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 5. അങ്ങനെ നമുക്ക് എ ബിയും ബി സിയും സി ഡിയും എ ഡിയും കണ്ടുപിടിച്ചു. ഈ എല്ലാ സൈഡ്സിൻ്റെയും ലെങ്ത്ത് 5 യൂണിറ്റ്സ് ആണ് എന്നാണ് കിട്ടിയത് അല്ലേ? സോ ഈ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ, ഈ ഒരു ചതുർഭുജത്തിൻ്റെ എല്ലാ സൈഡ്സും, എല്ലാ വശങ്ങളും തുല്യമാണ്. ഇങ്ങനെ എല്ലാ വശവും തുല്യവുമാണ്. അതുപോലെ നമുക്ക് ഫിഗറിൽ കാണുമ്പോൾ ഇത് പരസ്പരം പാരലലാണ് എന്ന് മനസ്സിലാകുന്നു. എല്ലാ സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ഇത് സ്ക്വയർ ആണ്, ഒരു സമചതുരമാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. കാരണം സമചതുരമാണെങ്കിൽ അതിൻ്റെ ഓരോ കോണുകളും 90 ഡിഗ്രി ആയിരിക്കണം. എന്നാൽ ഇവിടെ കോണുകൾ 90 ഡിഗ്രി അല്ല എന്ന് നമുക്ക് ഡയഗ്രം വരയ്ക്കുമ്പോൾ മനസ്സിലാകും. ഗ്രാഫ് വരയ്ക്കുമ്പോൾ കുറച്ച് നീറ്റായിട്ട് വരയ്ക്കുമ്പോൾ മനസ്സിലാകും. ഇവിടെ ഞാൻ എടുത്ത സ്കെയിലിൻ്റെ ഡിഫറൻസ് കൊണ്ടാണ് ഓരോ സൈഡും ഓരോ ലെങ്ത്ത് പോലെ തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമുക്ക് ഇതൊരു റോംബസ് അഥവാ സമഭുജ സാമാന്തരികമാണ് എന്ന് കിട്ടുന്നു. അപ്പോൾ ഇത്തരം ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതായത് തന്നിരിക്കുന്ന ബിന്ദുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന ബിന്ദുക്കൾ കൂട്ടി യോജിപ്പിച്ച് കിട്ടുന്ന ചതുർഭുജത്തിൻ്റെയോ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെയോ എല്ലാം വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനുള്ള ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ഈ വശങ്ങളുടെ പ്രത്യേകത അനുസരിച്ച് ഇത് ഏത് ടൈപ്പ് ക്വാഡ്രിലാറ്ററലാണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ട്രയാങ്കിൾ ആണ് എന്ന ക്വസ്റ്റ്യനും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. The vertices of a triangle are A of 4, 4, B of 3, 5 and C of -1, -1. അങ്ങനെയാണെങ്കിൽ എ ബിയും ബി സിയും എ സിയും കണ്ടുപിടിക്കാനാണ് ചോദ്യം. അതിൻ്റെ ബി പാർട്ട് എന്ന് പറയുന്നത് ഷോ ദാറ്റ് ദീസ് ആർ ദ വേർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഈ തന്നിരിക്കുന്ന ശീർഷങ്ങൾ ഒരു മട്ടത്രികോണത്തിൻ്റെ മൂലകളാണ് എന്ന് കണ്ടുപിടിക്കാനാണ് അതിൻ്റെ ബി പാർട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മട്ടത്രികോണത്തിൻ്റെ മൂലകളാണെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം നമ്മുടെ കയ്യിലുള്ള ആയുധം എന്ന് പറയുന്നത് പൈതഗോറസ് സിദ്ധാന്തമാണ്. പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചിട്ടാണ് ഇത്
തെളിയിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം എ ബി കണ്ടുപിടിക്കണം. എ ബി കണ്ടുപിടിക്കാനായി എയുടെയും ബിയുടെയും എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസും വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസും കണ്ടുപിടിച്ച് അതിൻ്റെ സ്ക്വയർ എടുത്ത് അവയെ ആഡ് ചെയ്യുകയും പിന്നെ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുകയും വേണം. ഫോർമുല മറന്നു പോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് എ ബി കണ്ടുപിടിക്കാം. എ ബിൻ്റെത് 3 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പം ഏതിൽ നിന്നാണോ ആദ്യം എക്സ് കമ്പോണൻ്റ് എടുത്തത് ആ പോയിൻറ്റിൻ്റെ തന്നെ വൈ കമ്പോണൻ്റ് ആദ്യം കൺസിഡർ ചെയ്യണം. അല്ലാതെ ആദ്യം എയിൻ്റെ എക്സ് കമ്പോണൻറ്റും പിന്നെ ബീൻ്റെ വൈ ആദ്യം എടുക്കുകയും ബീൻ്റെ വൈ കമ്പോണൻറ്റ് ആദ്യം എടുക്കുകയും ചെയ്യരുത്. എയിൻ്റെ എക്സ് കമ്പോണൻ്റാണ് ആദ്യം എടുക്കുന്നത് എങ്കിൽ വൈ കമ്പോണൻറ്റും ആദ്യം എയിൻ്റെ തന്നെ എടുക്കണം. സോ ഇവിടെ 3 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് 4 ദ ഹോൾ സ്ക്വയർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ √2 എന്ന് കിട്ടി. ഇനി അടുത്തത് എന്താണ് വരുന്നത്? ബി സി എന്ന് പറയുന്നതും കണ്ടുപിടിക്കാം. സോ ബി സി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ബീൻ്റെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ 3,5, സീൻ്റെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ -1, -1. ഇവിടെ നെഗറ്റീവ് സൈൻ ഉണ്ട്, അതുകൊണ്ട് തെറ്റിപ്പോകരുത്, സൂക്ഷിച്ച് എഴുതണം. ഇനി നമുക്ക് ബി സിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കാം. ബീൻ്റെ കമ്പോണൻറ്റ് ഓർഡേർഡ് പെയർ 3,5ഉം സീൻ്റെ കമ്പോണൻറ്റ് ഓർഡേർഡ് പെയർ -1, -1ഉമാണ്. അപ്പോൾ നമുക്ക് ബി സി കാൽക്കുലേറ്റ് ചെയ്യാം. ബി സി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 3 മൈനസ് -1. ഈ സീൻ്റെ -1 ആണ് എക്സ് കമ്പോണൻറ്റ്. 3 മൈനസ് -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 മൈനസ് -1 ദ ഹോൾ സ്ക്വയർ which is equal to 3 മൈനസ് -1 എന്ന് പറയുമ്പോൾ അതിൻ്റെ അഡിറ്റീവ് ഇൻവേഴ്സ് എടുത്തിട്ട് നമുക്ക് 3 + 1 അതായത് 4 എന്ന് കിട്ടുന്നു. 5 മൈനസ് -1 എന്ന് പറയുമ്പോൾ 6 എന്നും കിട്ടി. അങ്ങനെ സ്ക്വയർ റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ which is equal to സ്ക്വയർ റൂട്ട് ഓഫ് 4 സ്ക്വയർ 16, 6 സ്ക്വയർ 36. അങ്ങനെ സ്ക്വയർ റൂട്ട് ഓഫ് 52 എന്ന് കിട്ടി. എ സിയും ഇനി നമുക്ക് എ സി കണ്ടുപിടിക്കാം. ബി സി ആണ് ഇപ്പം കണ്ടുപിടിച്ചത്. ഇപ്പോൾ എ സി എന്ന് പറയുന്നത് 4 ആണ് എയിൻ്റെ കമ്പോണൻറ്റ്. സീൻ്റെ കമ്പോണൻറ്റ് -1, -1. ഇപ്പോൾ എക്സ് കമ്പോണൻസും വൈ കമ്പോണൻസും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കാം. 4 മൈനസ് -1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 4 മൈനസ് -1 ദ ഹോൾ സ്ക്വയർ. സ്ക്വയർ റൂട്ട് ഇടാൻ മറക്കരുത്. അപ്പം നമുക്ക് 4 മൈനസ് -1 എന്ന് പറഞ്ഞാൽ 5 ആണ്. സോ 5 സ്ക്വയർ പ്ലസ് 5 സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. സോ സ്ക്വയർ റൂട്ട് ഓഫ് 25 പ്ലസ് 25 അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 50. 50നെ നമുക്ക് വേണമെങ്കിൽ 5√2 എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. എങ്ങനെ എഴുതുന്നത്? 50നെ നമുക്ക് 25 × 2 എന്ന് എഴുതാം. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പം 25ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ 5, √2ൻ്റെ സ്ക്വയർ റൂട്ട് നമുക്ക് √2 തന്നെ എഴുതാം. അങ്ങനെ 5√2 എന്ന് കിട്ടി. അങ്ങനെ നമ്മൾ ഈ ട്രയാങ്കിളുടെ ഓരോ സൈഡിൻ്റെയും ലെങ്ത്ത് കണ്ടുപിടിച്ചു. ഇനി ബി പാർട്ട് എന്ന് പറയുന്നത് ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പൈതഗോറസ് തിയറത്തിൻ്റെ ഹെൽപ്പ് എടുക്കാം. പൈതഗോറസ് തിയറം എന്താ പറയുന്നത്? ലംബവശങ്ങളുടെ വർഗങ്ങളുടെ തുക എന്ന് പറയുന്നത് അതിൻ്റെ കർണത്തിൻ്റെ വർഗത്തിന് തുല്യമായിരിക്കും. അപ്പോൾ ഇത് എയും ഈ സൈഡ് ബിയും അതിൻ്റെ ഹൈപ്പോട്ടിന്യൂസ് അഥവാ കർണം എന്ന് പറയുന്നത് സിയുമാണെങ്കിൽ a² + b² എന്ന് പറയുന്നത് c² ആയിരിക്കും. അപ്പോൾ നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ എന്നറിയാൻ തന്നിരിക്കുന്ന ട്രയാങ്കിളുടെ ഏതെങ്കിലും 2 സൈഡ്സിൻ്റെ സ്ക്വയേഴ്സ് ആഡ് ചെയ്യുമ്പോൾ മൂന്നാമത്തെ സൈഡിൻ്റെ സ്ക്വയർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. We have to add the squares of
any two sides of the given triangle and we have to check whether it is equal to the square of the third side. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ എ ബി എന്ന് പറയുന്നത് √2 ആണ്. സോ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2 ആയിരിക്കും. ഇനി ബി സി എന്ന് പറയുന്നത് √52 ആണ്. സോ ബി സി സ്ക്വയർ എന്ന് പറയുന്നത് 52 ആണ്. അതുപോലെ എ സി എന്ന് പറയുന്നത് √50 ആയതുകൊണ്ട് എ സി സ്ക്വയർ എന്ന് പറയുന്നത് 50 ആയിരിക്കും. അതായത് സ്ക്വയർ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വരുമ്പോൾ നമുക്ക് അത് ക്യാൻസൽ ചെയ്ത് പോകുന്നു എന്നുള്ള ഒരു മീനിങ്ങിൽ മനസ്സിലാക്കി വെക്കുക. √2 നമുക്ക് 2⁻² എന്ന് എഴുതാം. 2⁻² ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം നമുക്കറിയാം a⁻m⁴ എന്ന് പറയുന്നത് a⁻mn ആണ് അല്ലേ? സോ നമുക്ക് ഇവിടെ 2⁻² നെ 2⁻² എന്ന് എഴുതാം. 2/2 1 ആണ്. അതായത് 2⁻1 എന്ന് പറയുമ്പോൾ അത് 2 തന്നെയാണ്. സോ √2 ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് 2 ആണ് എന്ന് കിട്ടി. അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് ബി സി സ്ക്വയറും എ സി സ്ക്വയറും കണ്ടുപിടിച്ചത്. ഇനി നമുക്കിവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകും, ഈ വാല്യൂസ് ഒബ്സർവ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാകും. എന്താണ്? എ ബി സ്ക്വയറും എ സി സ്ക്വയറും ആഡ് ചെയ്താൽ എ ബി സ്ക്വയർ എന്ന് പറയുന്നത് 50, എ സി സ്ക്വയർ എന്ന് പറയുന്നത് 2. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 52 കിട്ടുന്നു. ഈ 52 എന്ന് പറയുന്നത് ബി സി സ്ക്വയർ ആണ്. അതായത് ഈ ഒരു ത്രികോണത്തിൻ്റെ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക ആഡ് ചെയ്യുമ്പോൾ നമുക്ക് മൂന്നാമത്തെ വശത്തിൻ്റെ വർഗത്തിൻ്റെ തുക കിട്ടുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു മട്ടത്രികോണമാണ് എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊരു ചോദ്യം നോക്കാം. A of 4, 5 and B of 1, -4 lie on a circle whose center P lie on x-axis. Let x-coordinate of P be K. A. Find y-coordinate of P. അതിൻ്റെ ബി പാർട്ട് ഫൈൻഡ് PA and PB. അതിൻ്റെ സി പാർട്ട് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് K. ഡി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് റേഡിയസ് ഓഫ് ദിസ് സർക്കിൾ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. എന്താ പറയുന്നത്? നമ്മുടെ കയ്യിലൊരു സർക്കിൾ ഉണ്ട്. ആ സർക്കിളിൻ്റെ സെൻറ്റർ പി എന്ന് പറയുന്നത് എക്സ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ എവിടെയാണെന്ന് നമുക്കറിയില്ല. എന്നാലും തൽക്കാലം നമുക്ക് ഇതുപോലെ ഒരു പോയിന്റിൽ അതിൻ്റെ സെൻറ്റർ ലൈ ചെയ്യുന്നു എന്ന് കരുതാം. സെൻറ്റർ പി എക്സ് ആക്സിസിൽ ലൈ ചെയ്യുന്നു എന്ന് കരുതാം. ഇനി പറയുന്നത് എന്താണ്? 4,5 ഓർഡേർഡ് പെയർ 4,5ഉം അതുപോലെ 1,-4ഉം ഈ സർക്കിളിലെ രണ്ട് പോയിൻറ്റ്സ് ആണ് എന്ന് പറയുന്നു. അതുപോലെ ഈ പി എന്നുള്ള പോയിൻറ്റിൻ്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം ഇത് എക്സ് ആക്സിസിലുള്ള ഒരു പോയിൻ്റാണ്. അപ്പോൾ അതിൻ്റെ എക്സ് കോർഡിനേറ്റിനെ K ആയിട്ട് എടുക്കാനാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പീൻ്റെ വൈ കോർഡിനേറ്റ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് വേഗം തന്നെ പറയാൻ പറ്റും. പീൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ്? 0 ആണ്. കാരണം ഇത് പി എന്ന് പറയുന്ന സെൻറ്റർ എക്സ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. എക്സ് ആക്സിസിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു ബിന്ദുവിൻ്റെയും വൈ സൂചക സംഖ്യ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ഫസ്റ്റ് പാർട്ട് കിട്ടി. ഇനി അതിൻ്റെ സെക്കൻഡ് പാർട്ട് പറയുന്നത് പി എ കണ്ടുപിടിക്കാനും പി ബി കണ്ടുപിടിക്കാനുമാണ്. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് തന്നെ പി എയും പി ബിയും കണ്ടുപിടിക്കാം. പി എന്ന് പറയുന്നത് സെൻറ്ററും എ എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു പോയിൻറ്റുമാണ് അല്ലേ? പി സെൻറ്ററും എ എന്ന് പറയുന്നത് സർക്കിളിലെ ഒരു പോയിൻറ്റും ആണെങ്കിൽ ഈ പിയും എയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഇതിൻ്റെ റേഡിയസ് അല്ലേ? അതുപോലെ ബി സർക്കിളിലെ മറ്റൊരു പോയിൻ്റാണ്. പിയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസും എന്തായിരിക്കും? ഈ സർക്കിളിൻ്റെ റേഡിയസ് അഥവാ ആരമായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം പി എ കണ്ടുപിടിക്കണം, അതിനുശേഷം പി ബി കണ്ടുപിടിക്കണം.
നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലേൻ്റെ സഹായത്തോടെ പി എ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് പി എ കണ്ടുപിടിക്കുക? ആദ്യം എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം, വൈ കോർഡിനേറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുക. അങ്ങനെ എക്സ് കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെയും വൈ കോർഡിനേറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസിൻ്റെയും സ്ക്വയർ എടുത്ത് അവയെ ആഡ് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ടായിരിക്കും ആ പി എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. പിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് k,0യും എയിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 4,5ഉമാണ്. സോ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുമ്പോൾ k-4 സ്ക്വയർ റൂട്ട് ഓഫ് k-4 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0-5 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടുന്നു. ഇവിടെ നമുക്ക് a-b ദ ഹോൾ സ്ക്വയർ എന്ന ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാം. a-b ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് a സ്ക്വയർ മൈനസ് 2ab പ്ലസ് b സ്ക്വയർ ആണ്. ഇവിടെ എയിൻ്റെ സ്ഥാനത്ത് കെയും ബീൻ്റെ സ്ഥാനത്ത് 4ഉമാണ് ഉള്ളത്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ k സ്ക്വയർ മൈനസ് 8k പ്ലസ് 16 എന്ന് കിട്ടുന്നു. ഇനി 0-5 എന്ന് പറയുന്നത് -5 ആണ്. -5ൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 25. അങ്ങനെ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് k സ്ക്വയർ മൈനസ് 8k പ്ലസ് 41ൻ്റെ സ്ക്വയർ റൂട്ടാണ് പി എൻ്റെ വാല്യൂ എന്ന് കിട്ടി. നമ്മൾ പി എ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതുപോലെ പി ബി കണ്ടുപിടിക്കണം. പി ബിക്ക് അതെ, പിൻ്റെ കോർഡിനേറ്റ്സ് ഓർഡേർഡ് പെയർ k,0യും ബീൻ്റെ കോർഡിനേറ്റ്സ് 1,4ഉമാണ്. സോ ഇവിടെ ഡിസ്റ്റൻസ് ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ k-1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 0-4 ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അതായത് 0 - -4 എന്ന് പറയുമ്പം +4 ആണ്. അപ്പോൾ +4 ആണ്. സോ 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. ഇനി നമുക്ക് k-1 ദ ഹോൾ സ്ക്വയർ എന്നുള്ളത് ഐഡൻറ്റിറ്റീൻ്റെ സഹായത്തോടെ എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് k സ്ക്വയർ മൈനസ് 2k പ്ലസ് 1 എന്ന് കിട്ടും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ പി ബിൻ്റെ വാല്യൂ റൂട്ട് ഓഫ് k സ്ക്വയർ മൈനസ് 2k പ്ലസ് 17 എന്ന് കിട്ടി. അങ്ങനെ നമ്മൾ പി എയും പി ബിയും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ അതിൻ്റെ സി പാർട്ടി പറയുന്നത് കെയിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഈ സർക്കിളിലെ 2 പോയിൻറ്റ്സ് ആണ് എയും ബിയും. അതുപോലെ പി എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററാണ്, ഈ സർക്കിളിൻ്റെ സെൻറ്ററാണ്. സോ പി എ എന്നുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. അതുപോലെ പി ബി എന്നുള്ള ഡിസ്റ്റൻസും റേഡിയസ് ആണ്. അതുകൊണ്ട് പി എയും പി ബിയും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പി എയും പി ബിയും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ സ്ക്വയേഴ്സും ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് പി എ സ്ക്വയറും പി ബി സ്ക്വയറും ഈക്വൽ ആണ്. സോ നമുക്ക് സ്ക്വയർ റൂട്ട് മാറ്റിയിട്ടുള്ള വാല്യൂസ് എടുത്തിട്ട് ഇക്വേറ്റ് ചെയ്യാം. k സ്ക്വയർ മൈനസ് 8k പ്ലസ് 41 ഇസ് ഈക്വൽ ടു k സ്ക്വയർ മൈനസ് 2k പ്ലസ് 17. ഇനി നമുക്ക് ലൈക്ക് ടേംസ് ഒക്കെ ക്യാൻസൽ ചെയ്യുകയും സിംപ്ലിഫൈ ചെയ്യുകയും ചെയ്യുമ്പോൾ കെയിൻ്റെ വാല്യൂ 4 ആണ് എന്ന് കിട്ടി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? പിൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ k,0 എന്നാണ് എടുത്തത്. കെയിൻ്റെ വാല്യൂ 4 ആയതുകൊണ്ട് പിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 4,0 ആണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ റേഡിയസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി എയും പി ബിയും ഈ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ലെങ്ത്തുകളായിട്ട് കിട്ടും. സോ നമുക്കിതിൽ ഏതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. എവിടെ വേണമെങ്കിലും നമുക്ക് കെയിൻ്റെ വാല്യൂ k = 4 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും ഇതിൻ്റെ റേഡിയസ് 5 ആണ് എന്ന് കിട്ടുന്നു. അല്ലെങ്കിൽ പിയിൽ നിന്ന് പി എന്നുള്ളതിൻ്റെ പോയിൻറ്റ്സ് കിട്ടിയില്ലേ? പി ഓഫ് 4,0. എ എന്നുള്ള പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് നമുക്കറിയാം. പിയിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് കണ്ടുപിടിച്ചാലും മതി. അല്ലെങ്കിൽ അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ കെയിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എളുപ്പം. ഇനി ഒരു ചോദ്യം കൂടി നോക്കാം. റൈറ്റ് ഡൗൺ ദ കോർഡിനേറ്റ്സ് ഓഫ് കോർണേഴ്സ് ഓഫ് ദ പാരലലോഗ്രാം ഷോൺ ഇൻ ദ ഫിഗർ. അപ്പം ഇവിടെ ഫിഗറിലൊരു പാരലലോഗ്രാം തന്നിട്ടുണ്ട്. ഈ പാരലലോഗ്രാമിൻ്റെ കോർണേഴ്സ്, അതിൻ്റെ മൂലകളുടെ കോർഡിനേറ്റ്സ്, സൂചക സംഖ്യകൾ കണ്ടുപിടിക്കാനാണ് ചോദ്യം.
ഇവിടെ നമുക്ക് സി ബി എന്ന വശത്തിൻ്റെ നീളം 6 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ സി ഒ എ എന്ന് പറയുന്ന കോണ് 60 ഡിഗ്രിയാണ് എന്നും എ ബി എന്ന് പറയുന്ന വശത്തിൻ്റെ നീളം 4 സെൻറ്റിമീറ്റർ ആണ് എന്നും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരു പാരലലോഗ്രാം അഥവാ സമാന്തരികത്തിൻ്റെ എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. എ ബി 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഒ സിയും 4 സെൻറ്റിമീറ്റർ ആയിരിക്കും. സി ബി 6 ആണെങ്കിൽ ഒ എയും 6 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫൈൻഡിങ്. ഇനി നമുക്ക് ഈ ഓരോ പോയിൻറ്റിൻ്റെയും വേർട്ടെക്സ് കണ്ടുപിടിക്കണം. ഒയിൻ്റെ വേർട്ടെക്സ് നമുക്ക് എളുപ്പമാണ്, കാരണം അത് ഒറിജിൻ തന്നെയായതുകൊണ്ട് ഒയിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഓർഡേർഡ് പെയർ 0,0 ആയിരിക്കും. ഇനി നമുക്ക് മറ്റു പോയിൻറ്റ്സിൻ്റെ കണ്ടുപിടിക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് സിയിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കാം. അപ്പോൾ ആ പെർപെൻഡിക്കുലർ ഒ എനെ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ് എം. സിയിൽ നിന്ന് നമ്മളൊരു പെർപെൻഡിക്കുലർ വരച്ചു, അത് ഒ എനെ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് എം. സോ നമുക്ക് സി എം ഒ അല്ലെങ്കിൽ ഒ എം സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഇവിടെ കിട്ടി. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലേ. ഇങ്ങനെയാണ് വരുന്നത്. വരച്ചതിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് സി, ഇത് എം, ഇത് ഒ. അതുപോലെ ഈ ആംഗിള് 60 ഡിഗ്രി, ഇത് 90 ഡിഗ്രിയാണ്. സോ ഈ ആംഗിൾ എത്രയായിരിക്കും? 30 ഡിഗ്രി ആയിരിക്കും. അങ്ങനെ നമുക്ക് 30 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി ആംഗിൾസ് വരുന്ന ഒരു മട്ടത്രികോണം കിട്ടി. ഇങ്ങനെ ഒരു മട്ടത്രികോണം കിട്ടിയാൽ ഈ ത്രികോണത്തിലെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത്? 1:√3:2 ആണ്. അതിൽ 30:60:90 ആകുമ്പോഴുള്ള കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തറിയാം? ഒ സി എന്ന് പറയുന്ന ഈ നീളം എത്രയാണ്? 4 സെൻറ്റിമീറ്റർ ആണ് എന്ന് നമുക്ക് അറിയാം. ഒ സി എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് എതിരെയാണ് അല്ലേ. അപ്പോൾ 90 ഡിഗ്രിക്ക് എതിരെ നമുക്ക് 4 ഉള്ളത്, അതായത് 2ൻ്റെ ഇരട്ടിയാണുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ അംശബന്ധത്തിലെ ഓരോ സംഖ്യകളോടും നമുക്ക് 2 മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. സോ പുതിയ അംശബന്ധം എന്ന് പറയുന്നത് 2:√3:4 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഏതിൻ്റെ കോർഡിനേറ്റ് ആയിരുന്നു നമുക്ക് വേണ്ടത്? നമുക്ക് സീൻ്റെ കോർഡിനേറ്റ് വേണം അല്ലേ. സീൻ്റെ കോർഡിനേറ്റ് വേണം. അപ്പോൾ നമുക്ക് ഈ ഒരു നീളമാണ് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു നീളം എന്ന് പറയുന്നത് 60 ഡിഗ്രിക്ക് എതിരെയാണുള്ളത്. അപ്പോൾ 60 ഡിഗ്രിക്ക് എതിരെ എന്ന് പറയുമ്പോൾ നമുക്ക് 2√3 ആണ് വരുന്നത്. അറുപത് ഡിഗ്രിക്കെതിരെ 2√3 വരുന്നു. അതുപോലെ 30 ഡിഗ്രിക്കെതിരെ എത്ര വരുന്നുണ്ട്? 2 സെൻറ്റിമീറ്റർ ആയിരിക്കും വരിക. അപ്പോൾ അവിടെ നമുക്ക് ഇതാണ് 2√3 വന്നത് അല്ലേ. അതായത് ഈ ഒരു പോയിൻറ്റിൻ്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2√3 ആയിരിക്കും. ഈ സി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ y കോർഡിനേറ്റ് 2√3 ആയിരിക്കും. അതുപോലെ ഈ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഡിസ്റ്റൻസ് 2 യൂണിറ്റ്സ് ആണ് എന്ന് നമുക്ക് കിട്ടി. അതായത് ഈ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും? 2 ആയിരിക്കും. സോ സി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 2ഉം y കോർഡിനേറ്റ് 2√3 ഇതേപോലെ നമുക്ക് ഒ എന്ന് പറയുന്ന സൈഡിൻ്റെ ലെങ്ത്ത് 6 സെൻറ്റിമീറ്റർ ആണ് എന്ന് അറിയാം. നമുക്ക് എയിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാം. എ എന്ന് പറയുന്ന പോയിൻ്റ് എക്സ് ആക്സിസിലാണ്. സോ അതിൻ്റെ y കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? 6 ആണ്. സോ എയിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 6,0 ആണ് എന്ന് കിട്ടി.
ഈ സീൻ്റെ കോർഡിനേറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. ഈ ഡിസ്റ്റൻസ് 2√3യും ഈ ഡിസ്റ്റൻസ് 2 ആയതുകൊണ്ട് ഇതിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2,2√3 ആണ്. ഇനി നമുക്ക് ബി എന്നുള്ള പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിനും നമുക്കിവിടെ നിന്നൊരു എന്ത് ചെയ്താൽ മതി, ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എയിൽ നിന്ന് സി ബിയിലേക്കൊരു പെർപെൻഡിക്കുലർ ഒരു ലംബം വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ബിന്ദുവിനെ എൻ എന്നെടുത്താൽ NBA എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിളിൻ്റെ ട്രയാങ്കിൾ കിട്ടി. ഇവിടെ നമ്മൾ നേരത്തെ ഐഡിയ തന്നെ ഉപയോഗിക്കാം. ഒരു ആംഗിൾ ഇത് 60 ഡിഗ്രി ആണ് അല്ലേ. AOC എന്ന് പറയുന്ന ഈ ആംഗിൾ 60 ഡിഗ്രി ആയതുകൊണ്ട് പാരലലോഗ്രാമിൻ്റെ എതിർവശങ്ങൾ തുല്യമായിരിക്കും. അതുകൊണ്ട് ഈ കോണും എത്രയായിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഒരു കോണ് 60 ഡിഗ്രി, മറ്റൊന്ന് 90 ഡിഗ്രി ആയതിനാൽ നമുക്ക് 30, 60, 90 എന്നിങ്ങനെയാണ് കോണുകൾ വരുന്നത്. അതുകൊണ്ട് ഈ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ അംശബന്ധം എന്ന് പറയുന്നത് 1:√3:2 ആണ്. ഈ ഒരു ട്രിഗ്നോമെട്രി ഐഡിയ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ബീൻ്റെ കോർഡിനേറ്റ്സും കണ്ടുപിടിക്കാവുന്നതാണ്.